കണ്ണൂരിന്റെ മുഖം തെളിഞ്ഞു. പി ഇന്ദിര മേയർ. കണ്ണൂർ കോർപ്പറേഷനിൽ പി ഇന്ദിര മേയറാകും. ഇന്ദിരയെ മേയറാക്കാൻ കണ്ണൂർ DCC തീരുമാനിച്ചു. നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറാണ് പി ഇന്ദിര. ഏകകണ്ഠമായാണ് തീരുമാനമെന്ന് കെ സുധാകരൻ MP പറഞ്ഞു. ഭരണപരിചയം മുൻനിർത്തിയാണ് ഇന്ദിരയെ തീരുമാനിച്ചതെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ് ഇന്ദിര. നിലവിൽ ഡെപ്യൂട്ടി മേയറായ പി ഇന്ദിരയുടെയും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ശ്രീജ മഠത്തിലിന്റെയും പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ പി ഇന്ദിരയെ മേയറായി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. കണ്ണൂർ കോർപ്പറേഷനിലാണ് ആദ്യമായി കോൺഗ്രസ് മേയറെ പ്രഖ്യാപിക്കുന്നത്. KC വേണുഗോപാൽ, കെ സുധാകരൻ എന്നിവരുടെ പിന്തുണ പി ഇന്ദിരയ്ക്കുണ്ടായിരുന്നു. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേർ മത്സരിച്ച പയ്യാമ്പലത്ത് നിന്ന് 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇന്ദിര ജയിച്ചത്. KSUവിൽ പ്രവർത്തിക്കുന്ന കാലത്ത് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ അട്ടിമറി ജയത്തിലൂടെ പി ഇന്ദിര ചെയർപേഴ്സണായിരുന്നു. കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇന്ദിര കൗൺസിലറായിരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് പുറമെ ആരോഗ്യം, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായിരുന്നു. 56 സീറ്റിൽ 36 നേടിയാണ് UDF കോർപ്പറേഷൻ നിലനിർത്തിയത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ ഇന്ദിര മേയർ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. 2015 കണ്ണൂർ കോർപ്പറേഷനായതു മുതൽ കൗൺസിലറായ ഇന്ദിര തുടർച്ചയായി 3-ാം തവണയാണ് ജയിക്കുന്നത്. മുസ്ലിം ലീഗിലെ KP താഹിറിനെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. UDF ഒറ്റക്കെട്ടായി കണ്ണൂർ കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിയുക്ത മേയർ പി ഇന്ദിര പറഞ്ഞു. ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രവർത്തനങ്ങളെ തടയാനാകില്ലെന്നും ഇന്ദിര വ്യക്തമാക്കി.